എല്ലാ രീതിയിലും പഠിപ്പിക്കുന്നതാണെങ്കിലും നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാനും എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടാണ് എനിക്ക് ഹിവാസിൽ നിന്ന് കിട്ടിയത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിവാസിൽ എത്തിയിട്ട് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ ഫീൽ ചെയ്യിക്കാൻ അവിടെ നമുക്ക് കിട്ടും. ഹായ്, എൻ്റെ പേര് മെറിൻ. ഞാൻ റീസെൻ്റ് ഓസ്കി വിന്നറാണ്. ഞാൻ ഇവാസിലാണ് പഠിച്ചത്. ഞാൻ ഇവാസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി റെഫർ ചെയ്തതാണ്. ഞാൻ ഓസ്കിക്ക് ഡേറ്റ് എടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്റർ ഏതാണ് ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ പേരുടെ അടുത്ത് നിന്ന് എനിക്ക് ഇവാസ് നല്ലൊരു കോച്ചിങ് കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ട്സ് ഉണ്ടെന്നൊക്കെ കിട്ടി. പിന്നെ എനിക്കത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിവാസിൽ എത്തിയിട്ട് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇവിടെ പ്രെയറുണ്ട്. പ്രെയർ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നോട് നല്ല ഫ്രണ്ട്ലി അപ്രോച്ചായിരുന്നു. ട്യൂട്ടേഴ്സ് ആണെങ്കിലും ഞാൻ 6 ദിവസത്തെ ക്ലാസ്സാണ് എടുത്തിരുന്നത്. 6 ദിവസത്തെ ക്ലാസ്സിൽ എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഹർത്താലായിരുന്നു. ഞാനന്ന് ഒത്തിരി വിഷമിച്ചു, എങ്ങനെയാണ് എനിക്ക് ക്ലാസ് മിസ്സാവുമെന്നൊക്കെ. പക്ഷേ അഖില മാം വരാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും വന്നു, ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. ഒത്തിരി നന്ദിയുണ്ട് അവരോടൊക്കെ. അവരെല്ലാവരും കൂടെ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഓസ്കി കിട്ടിയത്. ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സോണി മാമിൻ്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എക്സാമിന് ചെന്നപ്പോഴായിരുന്നു ഞാൻ ഒരു സിനാരിയോ ചേഞ്ച് ചെയ്തത്. പക്ഷെ ഉടനെ തന്നെ മാം പേടിക്കേണ്ട, നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നു. നമ്മൾ ഒരു കോൺഫിഡൻസ് തന്നു. എക്സാമിന് വിട്ടു. പക്ഷെ മാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവാസിൽ നിന്ന് കിട്ടിയത്. ഞാൻ ഇവാസിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഓസ്കി പാസ്സായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉറപ്പായിട്ടും ഇനി ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാസിൻ്റെ പേര് മാത്രമേ ഞാൻ ഫസ്റ്റ് പറയത്തുള്ളൂ. അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവാസിൽ നിന്ന്. ഞാൻ ഇവാസി കോച്ചിങ് സെൻറ്ററിലേക്ക് എത്തുമ്പം എനിക്ക് ഒരു ആക്സിഡൻറ്റ്, വഴിയിലൊരു വണ്ടി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും സോണി മാമിൻ്റെ സിസ്റ്ററിനെ വിളിച്ച് ഞാൻ കോൺടാക്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ അവരൊക്കെ എത്തി എന്നെ ഹോസ്റ്റലിൽ കൊണ്ടെത്തിക്കാനൊക്കെ സഹായിച്ചു. അതുകൊണ്ട് എല്ലാ രീതിയിലും പഠിപ്പിക്കുന്നതാണെങ്കിലും നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാനും എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടാണ് എനിക്ക് ഹിവാസിൽ നിന്ന് കിട്ടിയത്. ഹിവാസിൽ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓസ്കി വിൻ ചെയ്തത്. കോച്ചിങ് സെൻ്ററിൽ നിന്നൊരു പോസിറ്റീവ് വൈബാണ്. രാവിലെ ഒരു പ്രയറോട് കൂടി തുടങ്ങും. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും ഓരോ സ്റ്റേഷൻസും. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. മോക്ക് ടെസ്റ്റുകൾ കിട്ടി നമുക്ക് അന്നേരം കറക്ഷൻസ് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ കറക്ഷൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ അതൊക്കെ പഠിപ്പിച്ചത് അഖില മാമും അഴക് മാമും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സോണിയ മാമിൻ്റെ അടുത്തൊക്കെ എനിക്ക് ചെയ്തിട്ട് നല്ല ഒരു മോട്ടിവേഷനും നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഞാൻ ഇനി ഒരു ഓസ്കി ഡേറ്റ് എടുത്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനോട് ഇവാസ് തന്നെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് നല്ല ഒരു കോച്ചിങ്ങും നല്ല ഒരു അറ്റ്മോസ്ഫിയർ, നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മളെ ഫീൽ ചെയ്യിക്കാൻ അവിടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പ്രാർത്ഥനയാണെങ്കിലും ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ.